എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് 4 ഈസി ലഞ്ച് ബോക്സ് റെസിപ്പികളുമായിട്ടാണ്. കുട്ടികളുടെ ലഞ്ച് ബോക്സ് ആയിട്ട് കൊടുത്തിടാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ള 4 റൈസാണ്. ആദ്യം തന്നെ ഒരു കോക്കനട്ട് റൈസാണ്. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് കടുകും കുറച്ച് ഉഴുന്നുപരിപ്പും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും 2 വറ്റൽമുളകും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. നമ്മളിവിടെ ഒരു പച്ചമുളക് 2ആയിട്ട് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ ഒരുപാട് ഫ്രൈ ചെയ്തൊന്നും എടുക്കണ്ട, അതിൻ്റെ ആ ഒരു വെള്ളമയം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് ബസ്മതി റൈസാണ്, ഒന്നിൽ തൊടാതെയുള്ള ബസ്മതി റൈസാണ് വേണ്ടത്. ഇതെങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബസ്മതി റൈസ് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ കോക്കനട്ട് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് വെജ് ഫ്രൈഡ് റൈസാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാനൊന്ന് ചൂടാൻ വന്നപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിനി 2 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ചിക്കി തോത്തിയെടുക്കണം. അപ്പോൾ ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എഗ്ഗ് സെപ്പറേറ്റ് ആയിട്ട് കടിക്കാൻ കിട്ടും. അപ്പോൾ അത് ഒന്ന് ചെയ്ത് മാറ്റി വെക്കാം. നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നുള്ള കുരുമുളക് പൊടിയും കൂടെയൊക്കെ ചേർക്കാവുന്നതാണ്, എരിവ് കഴിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ. ഇനി അതേ പാത്രത്തിൽ തന്നെ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊരു ടീസ്പൂൺ ബട്ടറും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളിനി 2 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു പച്ചമുളക്, പിന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ഇതിനും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കുക. കുറച്ചുപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മളിതിൽ സോസ് ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ആണ് നമ്മളിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള അത്രയും പച്ചക്കറികൾ ചേർക്കാം. ക്യാരറ്റ്, ബീൻസ്, അതുപോലെ ക്യാബേജ്, പിന്നെ കോണ്, അതുപോലെ തന്നെ ഗ്രീൻ പീസ്, ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പച്ചക്കറി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒരുപാടങ്ങ് വേവിക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി അരിയാണ്. അത് നിങ്ങളുടെ ആവശ്യാനുസരണം ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. റൈസും കൂടെ ചേർത്തിട്ട് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് ഈ സമയം വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിതിൽ കുരുമുളകൊന്നും അധികമായിട്ട് ചേർത്തിട്ടില്ല. എരിവ് ഇഷ്ടമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ കുരുമുളകും ചേർക്കാവുന്നതാണ്. അവസാനമായിട്ട് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീനും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോസ് ഒന്നും ചേർക്കാതെ തന്നെ നല്ല രുചികരമായിട്ടുള്ള എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഒരു ലെമൺ റൈസിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസിയാണ്. ആദ്യം തന്നെ ഒരു പാനൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മളതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ എണ്ണയാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, പിന്നെ ഒരു 3 ടീസ്പൂൺ കപ്പലണ്ടി, പിന്നെ 2 വറ്റൽമുളക്, ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കണം. പച്ച കപ്പലണ്ടിയാണ് നമ്മൾ ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മൂപ്പിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പച്ച ചുവ വരാനുള്ള സാധ്യതയുണ്ട്. ഇതിലേക്ക് വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഒരു നുള്ള് ചേർക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോകുന്നത് നാരങ്ങ നീരാണ്. അരി ഇല്ലാതെ തന്നെ ഒരു 2 ടീസ്പൂൺ നാരങ്ങ നീര്, നല്ല പുളിയുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ചോറിൻ്റെ അളവനുസരിച്ചിട്ട് നാരങ്ങ നീര് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. ഇതിലേക്കൊരു 3 തവിച്ചോറ്, അതായത് 1.5 കപ്പ് ചോറ്, വേവിച്ച ചോറാണ്, ബസ്മതി അരിയാണ്. ബസ്മതി അരി ഇല്ലാന്നുണ്ടെങ്കിൽ ഏത് അരി വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ചോറ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇത് ഇളക്കിയെടുക്കുക. ബസ്മതി അരി എങ്ങനെയാണ് ഇതിന് വേണ്ടിയിട്ട് കുക്ക് ചെയ്യുന്നുള്ളത് നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കിയിട്ട് അതില്ലാത്തവർ കണ്ടു നോക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് പുളി സാദമാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടി തയ്യാറാക്കി എടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിതിലേക്ക് എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ കടലപ്പരിപ്പാണ്, പായസമൊക്കെ ഉണ്ടാക്കുന്ന കടലപ്പരിപ്പ്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മുഴുവനെയുള്ള മല്ലി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക്,
4 വറ്റൽ മുളക്, ഇത് കാശ്മീരി മുളകാണ്, അതായത് പിരിയൻ മുളക്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒരുപാട് കരിഞ്ഞു പോരുത്, നന്നായിട്ട് വറുത്തെടുക്കാം. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് റൈസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വന്നപ്പം കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പും 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും പിന്നെ 3 ടീസ്പൂൺ കപ്പലണ്ടി, ഇത് പച്ച കപ്പലണ്ടിയാണ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് എടുക്കണം. 2 വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കപ്പലണ്ടി നന്നായിട്ട് തന്നെ മൂക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാം നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടി ചേർത്തിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ മിക്സിയിൽ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ആ പൊടിച്ചതിൽ നിന്നും എല്ലാം ചേർക്കുന്നില്ല, ഒരു 3 സ്പൂണ് ചേർത്താൽ മതി. പൊടി നമുക്ക് ബാക്കി വന്നത് എയർ ടൈറ്റ് ആയിട്ടുള്ള കുപ്പിയിൽ അടച്ച് വെച്ചിട്ട് പിന്നീട് ഉണ്ടാക്കുമ്പോൾ എടുക്കാവുന്നതാണ്. ഈ പൊടികൾ ഓൾറെഡി നന്നായിട്ട് വറുത്ത് പൊടിച്ചതുകൊണ്ട് വീണ്ടും ഒരുപാടിട്ട് മൂപ്പിക്കേണ്ട. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ചെറിയ ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് പിഴിഞ്ഞ് ഒഴിച്ചതാണ്. പുളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. പുളിവെള്ളം ഒന്ന് വറ്റണം. പുളിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 ചെറിയ കഷ്ണം ശർക്കരയാണ് ചേർക്കുന്നത്. പുളി മാത്രമായിട്ട് നമ്മൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പുളിയായിരിക്കും. അപ്പോൾ ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ചേർക്കുന്നത്. ഉപ്പ് കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി ചോറാണ് ചേർക്കുന്നത്. വേവിച്ച് വെച്ചിരിക്കുന്ന ഏത് അരി വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. നമ്മളിവിടെ ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. അരി ഒരു 3-3.5 തവി നമ്മൾ എടുത്തിട്ടുണ്ട്. വലിയ തവിക്ക് ഒരു 2 കപ്പ് റൈസാണ് ഉള്ളത്. അരി കൂടി ചേർത്തിട്ട് നന്നായിട്ട് റോസ്റ്റാക്കി എടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണ്. ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് വേറെ കറികളൊന്നും വേണ്ട. അച്ചാറോ തൈരോ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ലഞ്ചാണ്. കൂടുതൽ ഈസി ആയിട്ടുള്ള ലഞ്ച് ബോക്സ് റെസിപ്പികളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്